ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷ ഭാഗമായ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾക്ക് മുമ്പുള്ള 2 വാക്യങ്ങൾ, അതായത് 3-ഉം 4-ഉം വാക്യങ്ങളിൽ നിന്ന് സുവിശേഷ വിചിന്തനം നമുക്ക് ആരംഭിക്കാം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. യേശുനാഥൻ അവരോട് ആവശ്യപ്പെട്ട ഇക്കാര്യം നിറവേറ്റുന്നതിനായി ശിഷ്യന്മാർ യേശുവിനോട് ഇങ്ങനെ അപേക്ഷിക്കുന്നു: ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആരംഭവാക്യമാണിത്. കൂടാതെ ചെറിയൊരു കൽപ്പനയിലൂടെ അത്തിമരത്തെ ഉണക്കിയ യേശുനാഥനെ പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ യേശുവിൽ കൂടുതൽ വിശ്വാസവും ഉറപ്പും നൽകണമെന്നുമാണ് ശിഷ്യന്മാർ യേശുവിനോട് ആവശ്യപ്പെടുന്നത്. വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, അതായത് വളരെ ചെറിയ വിശ്വാസമാണെങ്കിലും ആ വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അവരോട് പറഞ്ഞുകൊണ്ട് യേശുനാഥൻ അവർക്ക് മറുപടി നൽകുന്നു. നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് കടയോടെ ഇളകി കടലിൽ ചെന്ന് വേരിറക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. തുടർന്ന് ശക്തമായ വിശ്വാസത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കാൻ യേശുനാഥൻ കടുകുമണിയുടെയും നല്ല ദാസൻ്റെയും ഉപമകൾ അവതരിപ്പിക്കുന്നു. നമുക്ക് വിശ്വാസമുണ്ടോ, അഥവാ വിശ്വാസത്താൽ നാം ജീവിക്കുന്നുണ്ടോ എന്നറിയാൻ നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചവ നാം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി എന്നാണ് ഈ ഉപമകളിലൂടെ അവിടെ നിന്ന് അർത്ഥമാക്കുന്നത്. ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വാസം ഇവിടെ 3 അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഒന്നാമതായി, സാധാരണമായി നാം ഉപയോഗിക്കുന്ന വിശ്വാസം എന്ന അർത്ഥം. എന്തിലെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ചില കാര്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നാം പറയാറുണ്ടല്ലോ. അതുപോലെ ദൈവത്തിൻ്റെ അധികാരത്തിലും അവൻ്റെ ഉപദേശങ്ങളുടെ സത്യത്തിലും നാം വിശ്വാസം അർപ്പിക്കണം. വിശ്വാസത്തെ ഉറപ്പും ബോധ്യവും എന്നാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിർവചിച്ചിരിക്കുന്നത്. രണ്ടാമതായി, യേശുവും സഭയും പഠിപ്പിച്ച ദൈവത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളോടുള്ള അഥവാ പ്രബോധനങ്ങളോടുള്ള പരിപൂർണമായ സമ്മതത്തെയാണ് വിശ്വാസം സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായി, നിഖ്യ കോൺസ്റ്റാന്റിനോപ്പൊളിറ്റൻ വിശ്വാസ പ്രമാണത്തിലും അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണത്തിലും നാം ഏറ്റുപറയുന്ന സത്യങ്ങളിലുള്ള നമ്മുടെ വിശ്വാസം. രണ്ടാമതായി, യേശുവും സഭയും പഠിപ്പിച്ച ദൈവത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളോടുള്ള അഥവാ പ്രബോധനങ്ങളോടുള്ള പരിപൂർണമായ സമ്മതത്തെയാണ് വിശ്വാസം സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, നിഖ്യ കോൺസ്റ്റാന്റിനോപ്പൊളിറ്റൻ വിശ്വാസ പ്രമാണത്തിലും അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണത്തിലും നാം ഏറ്റുപറയുന്ന സത്യങ്ങളിലുള്ള നമ്മുടെ വിശ്വാസം. യേശുനാഥൻ പഠിപ്പിച്ചവയിലൂടെയും സഭയിലൂടെയും നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളോടും വിശ്വാസ സത്യങ്ങളോടുമുള്ള നമ്മുടെ സമ്മതമാണ് വിശ്വാസത്തിൻ്റെ ഈ 2-ാമത്തെ തലം. ഇന്നത്തെ 2-ാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തേയോസിനെ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീ എന്നിൽ നിന്ന് കേട്ടിട്ടുള്ള അന്യോന്യമായ വാക്കുകൾ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നീ പ്രമാണമാക്കുക. നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന നല്ല കാര്യങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തുസൂക്ഷിക്കുക. മൂന്നാമതായി, വിശ്വാസം ദൈവവുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. വിശ്വാസം എന്നത് എനിക്ക് ദൈവത്തോടുള്ള ബന്ധമാണ്. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവുമായി നമുക്കൊരു ചെറിയ ബന്ധമെങ്കിലും ഉണ്ടെങ്കിൽ
നമുക്കെന്തും ചെയ്യാൻ കഴിയുമെന്ന് യേശുനാഥൻ നമ്മോട് പറയുന്നു. കാരണം നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും എന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഹബക്കുക്ക് പ്രവാചകൻ പറയുന്നുണ്ട്. അതിനാൽ എത്ര നിസ്സാരമാണെന്നോ ദുർബലമാണെന്നോ തോന്നിയാലും വിശ്വാസം ഒരു അസാധാരണമായ ശക്തിയാണ്. വിശ്വാസത്തിൻ്റെ ഒരു ചെറിയ അളവിന് പോലും നമ്മുടെ ജീവിതത്തെ നയിക്കാനും നാം നിരുത്സാഹപ്പെടുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കാനും നിരാശിതരാകുമ്പോൾ പ്രത്യാശ നൽകാനും കഴിയും. മരങ്ങളോ പർവ്വതങ്ങളോ നീക്കാൻ യേശുനാഥൻ അപ്പോസ്തലന്മാരോട് ആവശ്യപ്പെട്ടില്ല. മറിച്ച് അവരോട് അനുതപിക്കുന്ന സഹോദരീ സഹോദരന്മാരോട് ക്ഷമിക്കാനാണ് ആവശ്യപ്പെട്ടത്. അത് ചെയ്യാൻ വിശ്വാസം അത്യാവശ്യമാണ്. അതുകൊണ്ട് ശിഷ്യന്മാർ യേശുവിൻ്റെ ഈ ആവശ്യത്തോട് പ്രതികരിച്ചത് തങ്ങൾക്ക് വിശ്വാസം നൽകണമേ എന്നപേക്ഷിച്ചുകൊണ്ടാണ്. യേശു അവരുടെ വിശ്വാസത്തിൻ്റെ മഹത്വമല്ല, മറിച്ച് അവരിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ മഹത്വമാണ് പർവ്വതങ്ങളെ നീക്കുന്നതെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസത്തിലൂടെ സജീവമാകുന്ന ദൈവകൃപയുടെ ഒരു ദാനമാണ് ക്ഷമ. വിശ്വാസമുള്ള ഒരാൾ ദൈവത്തിൻ്റെ ശക്തിയെ വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ എല്ലാം സാധ്യമാകും. പർവ്വതങ്ങളെ നീക്കുകയോ കടുത്ത ശത്രുക്കളോട് ക്ഷമിക്കുകയോ പോലും സാധ്യമാകും. തുടർന്ന് യേശുനാഥൻ ഭൃത്യൻ്റെ ഉപമ അവരോട് പറയുന്നു. വിശ്വാസം പ്രവൃത്തി ആവശ്യപ്പെടുന്നു എന്നാണ് ഈ ഉപമ പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ അനുയായികളായ നാം ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തൻ്റെ ദാസൻ തൻ്റെ കൽപ്പനകൾ നിറവേറ്റണമെന്ന് പ്രതീക്ഷിക്കുന്ന യജമാനനെക്കുറിച്ചുള്ള ഉപമയിൽ നിന്ന് ഇത് വ്യക്തമാണ്. ഭൃത്യൻ വയലിലെ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വീണ്ടും അയാൾക്ക് വീട്ടുജോലിയും ചെയ്യാനുണ്ട്. ഭൃത്യൻ തൻ്റെ കടമയുടെ ഭാഗമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വിശ്വസ്തത പുലർത്തുന്നതിൽ യജമാനന് ഭൃത്യനോട് കടപ്പാടൊന്നും തോന്നുന്നില്ല. കാരണം ആ ഭൃത്യൻ താൻ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളാണ് ചെയ്യുന്നത്. കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിൽ ഈ അർത്ഥമാണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ നമ്മളും യേശു നൽകുന്ന കൽപ്പനകൾ നിറവേറ്റണമെന്ന് അവിടുന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മളും സുവിശേഷത്തിൻ്റെ ദാസന്മാരാണ്. പൗലോസ് അപ്പോസ്തലൻ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ ഇത് നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. ദൈവത്തിൻ്റെ ശക്തിയാൽ സുവിശേഷത്തെ പ്രതിയുള്ള സഹനത്തിൽ നീയും പങ്കുചേരുക. അതിനാൽ നാം ആവശ്യത്തിന് പ്രവർത്തിച്ചുവെന്നോ അല്ലെങ്കിൽ ആവശ്യത്തിലധികം ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചുവെന്നോ നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാൻ വന്ന യേശുവിനെ പോലെ നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ ദാസന്മാരായി കണക്കാക്കണമെന്ന് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യം സൂചിപ്പിക്കുന്നു. ദൈവത്തിനും അയൽക്കാരനുമുള്ള നമ്മുടെ സേവനം ഉദാരവും കരുണയുള്ളതുമായ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്വതന്ത്രവും സ്വമേധയാ ഉള്ളതുമായ പ്രവൃത്തിയാണ്. അത് നാം ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്ന ഒരു പവിത്രമായ കടമയാണ്. കർത്താവ് തന്നെയാണ് ഈ സത്പ്രവൃത്തികൾ ചെയ്യാനുള്ള ആഗ്രഹം നമ്മിൽ നിറയ്ക്കുന്നതും അത് ചെയ്യാൻ നമ്മെ സഹായിക്കുന്നതും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നതും. അതുകൊണ്ട് ഇത്തരം നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അഥവാ സുവിശേഷത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ അതിൽ അവകാശവാദത്തിനായി നമ്മിൽ ഒന്നും തന്നെ ഇല്ല. കാരണം ദരിദ്രരെ ശുശ്രൂഷിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ മേശയിൽ ശുശ്രൂഷിക്കുകയും അവൻ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ അവനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിൽ നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവൻ നമ്മിൽ പ്രവർത്തിക്കുന്നു, നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. യേശു ശിഷ്യന്മാരോട് ഇങ്ങനെ കൂടി നിർദ്ദേശിക്കുന്നു: നിങ്ങളും കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടപ്പെട്ടത് ചെയ്തതേയുള്ളൂ എന്ന് പറയുവിൻ.
യഥാർത്ഥത്തിൽ ഈ ദാസന്മാർ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് എന്നാണ് ഈ വാക്കുകളുടെ മൂലപദങ്ങളുടെ അർത്ഥം. അതായത്, അവർ ചെയ്ത നല്ല പ്രവൃത്തികൾക്ക് മറ്റുള്ളവരിൽ നിന്ന് അവർ പ്രത്യേക ശ്രദ്ധയോ അംഗീകാരമോ തേടാൻ പാടില്ല. എങ്കിൽ നിങ്ങൾക്ക് സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് പ്രതിഫലമില്ല എന്ന് യേശുനാഥൻ മറ്റൊരിടത്ത് സൂചിപ്പിക്കുന്നുമുണ്ടല്ലോ. ഒരു നല്ല ജീവിതം നയിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ദൈവത്തെ സേവിക്കാനുമുള്ള നമ്മുടെ കഴിവ് നമ്മുടെ സ്വന്തം പ്രവൃത്തിയല്ലെന്നും നാം മനസ്സിലാക്കണം. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴും അത് വിശ്വാസത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് സാധ്യമാകുന്നത്. അവൻ നമ്മുടെ ശക്തിയുടെ ഉറവിടമാണ്. അവിടുത്തെ സഹായമില്ലാതെ നാം ഉപയോഗശൂന്യരായ ദാസന്മാരാണ്. നാം ചെയ്യുന്ന പുണ്യപ്രവൃത്തികളുടെ ഉറവിടമായി ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെയാണ് നാം അംഗീകരിക്കേണ്ടത്. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം മികച്ച ഉദാഹരണമാണ്. രാവിലെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ മണിക്കൂറുകൾ ചെലവഴിച്ച് ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെട്ട ശേഷമാണ് മദർ തെരേസയും കൂടെയുള്ള സന്യാസിനികളും മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ ഇറങ്ങിത്തിരിച്ചത്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ശക്തമാകുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനും അവർക്ക് നന്മ ചെയ്യാനും നമുക്ക് കൂടുതൽ ശക്തി ലഭിക്കും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായി ഒന്നാമതായി നാം എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുകയും നമുക്കുള്ള എല്ലാ നന്മകളുടെയും കാരണക്കാരനായി ദൈവത്തെ അംഗീകരിക്കുകയും ചെയ്യണം. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം വളരെ നന്നായി മുന്നോട്ട് പോകുമ്പോൾ, നമുക്ക് നല്ല ആരോഗ്യം ലഭിക്കുമ്പോൾ, കുടുംബജീവിതം നന്നായി മുന്നോട്ട് പോകുമ്പോൾ, ബിസിനസ് നന്നായി നടക്കുമ്പോൾ, പഠനത്തിൽ ഉന്നതമായ വിജയം ലഭിക്കുമ്പോഴുമെല്ലാം അത് നമ്മുടെ കഴിവുകൊണ്ടെന്നോ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമെന്നോ നാം ചിന്തിക്കരുത്. പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന നന്മകളും ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ചയും നമ്മുടെ കഴിവുകളുടെയും അധ്വാനത്തിൻ്റെയും ബുദ്ധിശക്തിയുടെയും ഫലമായി നാം കാണാറുണ്ട്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദൈവത്തിൻ്റെ ദാനമാണെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് അവനിൽ ഓരോ ദിവസവും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകളെയും പരാജയങ്ങളെയും സഹനങ്ങളെയും രോഗങ്ങളെയും പ്രത്യാശയോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. രണ്ടാമതായി, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്ന ദാസന്മാരായി നാം മാറണം. ഇതിലൂടെയാണ് യഥാർത്ഥത്തിൽ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക എന്ന പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ നാം പൂർത്തിയാക്കുന്നത്. ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രഘോഷിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്. മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന ഒരു വാക്ക്, നമ്മുടെ സാമീപ്യം, മറ്റുള്ളവർക്ക് നാം നൽകുന്ന നമ്മുടെ സമയം, ദരിദ്രർക്ക് നൽകുന്ന സഹായങ്ങൾ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ നാം കാണുന്ന പരിഹാരങ്ങൾ എന്ന് തുടങ്ങി നാം ചെയ്യുന്ന ചെറുതും വലുതുമായ പ്രവൃത്തികൾ അവിടുത്തെ ഉത്തരവാദിത്വ ബോധമുള്ള ദാസന്മാരാകാൻ നമ്മെ സഹായിക്കും. സാധാരണമായ ജീവിത സാഹചര്യങ്ങളിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ എല്ലാ അൽമായരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനം നമുക്ക് ഓർമ്മിക്കാം. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെയും അവരുടെ ആത്മാക്കളെ രക്ഷിക്കുന്നതിലൂടെയും നാം സുവിശേഷത്തിൻ്റെ യഥാർത്ഥ സാക്ഷികളാകുകയും അവിടുത്തെ വിശ്വസ്തരായ ദാസന്മാരാകുകയും അതിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി, ക്രിസ്തുനാഥൻ തൻ്റെ സഭയിൽ നമുക്ക് നൽകിയിരിക്കുന്ന മാർഗങ്ങൾ ഉപയോഗിച്ച് നാം വിശ്വാസം വർദ്ധിപ്പിക്കണം. പ്രാർത്ഥനയിലൂടെയും ബൈബിൾ പഠനത്തിലൂടെയും നല്ല അച്ചടക്കമുള്ള ആത്മീയ ജീവിതം നയിക്കുന്നതിലൂടെയും സഭയുടെ വിശ്വാസ പ്രബോധനങ്ങൾ പഠിക്കുന്നതിലൂടെയും നാം വിശ്വാസം വളർത്തിയെടുക്കണം. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. അതിനാൽ ദൈവം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ ദൈവത്തോടൊപ്പം ചെലവഴിക്കുന്ന സമയം
വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. നാം ദിവസവും നേരിടുന്ന ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും മറികടക്കാൻ തക്ക ശക്തമായ ഒരു വിശ്വാസത്തിനായി നാം പ്രാർത്ഥിക്കണം. കൂടാതെ വിശ്വാസമുള്ളവരുമായുള്ള സഹവാസം നമ്മിലെ വിശ്വാസത്തെ വളർത്താൻ സഹായിക്കും. അതിനാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യമായ വിശുദ്ധ കുർബാനയിലെ നമ്മുടെ പങ്കാളിത്തവും സഭയ്ക്കു വേണ്ടി സഭയോടൊപ്പം സഭയ്ക്കുള്ളിൽ നാം ചെയ്യുന്ന നമ്മുടെ പ്രവർത്തനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. കൂദാശകളിലൂടെയും പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന ദൈവിക വരപ്രസാദം വഴി ഈ വിശ്വാസം നമ്മിൽ വർദ്ധിക്കാൻ ഇടയാകുന്നു. അതോടൊപ്പം സഭയുടെ പ്രബോധനങ്ങൾ നമ്മുടെ കഴിവിനൊത്ത് പഠിച്ചുകൊണ്ടും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോഴും നമ്മിൽ വിശ്വാസം വർദ്ധിക്കുന്നു.